നമ്മുടെ ഉള്ളിൽ ഇഷ്ടദേവതാ രൂപമോ അവനവൻ്റെ ഗുരുവിൻ്റെ രൂപമോ ധ്യാനിച്ച് ഭക്തിപൂർവ്വം നമസ്കരിക്കുക. ഏതൊരു മഹാസങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണോ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്, ആ സങ്കല്പത്തിൻ്റെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുക. കാരണം ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തെല്ലാം ഋഷിമാരുടെ സൂക്ഷ്മ സാന്നിധ്യം ഉണ്ടാവും. അവരുടെ സങ്കല്പം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. അപ്പോൾ ഋഷിമാരുടെ സൂക്ഷ്മ സാന്നിധ്യം ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് വളരെ വിനീതമായിട്ട് അവരുടെ പാദങ്ങൾ നമസ്കരിക്കാം. അവർ തന്ന അറിവാണ് നമ്മുടെ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അവർക്ക് അവകാശപ്പെട്ടാണ്. നമ്മളെല്ലാം കൊറിയർ സർവീസാണ്, അവിടെ നിന്ന് വാങ്ങി ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ധ്യാനിക്കാം. എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ യജ്ഞശാലയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ പ്രണാമം. പുണ്യാത്മാക്കൾ എന്ന വാക്ക് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പുണ്യാത്മാക്കൾ എന്ന് പറയുമ്പോൾ ഏതൊരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മളെല്ലാം അതിന്റെ ഭാഗം, ആ ആത്മാവിന്റെ ഋഷിമാരുടെ ഭാഗമാണ് എന്ന ഒരു ഓർമ്മയോട് കൂടിയിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. ഇതൊരു പ്രഭാഷണം എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ പ്രഭാഷണമായിട്ടൊന്നും പറയുന്നില്ല. രാമായണത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, ആശയങ്ങൾ പങ്കുവെക്കാം. ചില കാര്യങ്ങളെല്ലാം സ്വീകാര്യമായിട്ട് തോന്നും, ചില കാര്യങ്ങൾ സ്വീകാര്യമല്ല എന്ന് തോന്നും. സ്വീകാര്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ വീണ്ടും പുനർവിചിന്തനം ചെയ്ത് ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ച് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താം, ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം. എല്ലാവരും രാവിലെ മുതൽ ഇവിടെ തന്നെ ഇരുന്നവരാണോ? രാമായണം രാവിലെ മുതൽ ഇവിടെ തന്നെ ഉള്ള ആളുകൾ ആരൊക്കെയുള്ളത്? രാമായണം വായിക്കും. ബാക്കി എല്ലാവരും ഓക്കെ, ശരി. ഇന്ന് അതായത് രാവിലെ മുതൽ ഇവിടെ ഇരുന്നവര് പുറത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും ചോദിക്കുകയാണ്, ഇന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. പ്രളയത്തിന്റെ കാര്യമല്ല, അല്ലാത്ത ആരെങ്കിലും അറിഞ്ഞോ? ആർക്കും ഉത്തരവില്ല. ഇതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ പ്രശ്നം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിവിടെ ഇരുന്ന് രാമായണം വായിച്ചു, ഞാൻ രാമായണം വായിച്ചു എന്ന് പറയാൻ ഒരാളുടെ കൈ പൊന്തിയില്ല. ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു, ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സമ്പൂർണ്ണമായിട്ട് രാമായണം വായിക്കുക എന്നുള്ളത്. അത് ചെയ്തിട്ടും ഞാൻ ചെയ്തതിന്റെ മാഹാത്മ്യം എന്താണ് എന്ന് അറിയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തപ്പോൾ രാമായണം വായിച്ചു, ഞാൻ വിചാരിച്ച ആരെങ്കിലും ഒന്ന് കൈപൊക്കും. നമ്മളുടെ പ്രശ്നം ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ആ ഗൗരവം, മാഹാത്മ്യം അത് നമ്മൾക്ക് അറിയില്ല, ശ്രേഷ്ഠത അറിയില്ല. ഒരു രാമായണം വായിക്കണമെങ്കിൽ അത്രയും പുണ്യം വേണം. ബാലകാണ്ഡം തുടങ്ങുമ്പോൾ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും കൂടെയുള്ള സംവാദം നടക്കുമ്പോൾ പാർവതി ദേവി രാമതത്വത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. പരമേശ്വരൻ പറയുന്നു, ഈ രാമതത്വത്തെ ചോദിക്കാൻ എനിക്ക് അത്ഭുതം തോന്നി, ഇതുവരെ ആരും ചോദിച്ചിട്ടേ ഇല്ല. ഈ രാമതത്വം ചോദിക്കണമെങ്കിൽ അത്രയും മഹാഭാഗ്യം വേണം. ഈ തത്വമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കയ്യിൽ വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ മഹാത്മ്യം അറിയാതെ പോയി. ഹൈന്ദവ ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെയാണ്.
എല്ലാ മഹത്തായ കാര്യങ്ങൾ പറയും, നമ്മൾ ഹിന്ദുക്കളാണെന്നും പറയും, എടുത്തു വെച്ച് വായിക്കുകയും ചെയ്യും. പക്ഷെ വായിക്കുന്നതെല്ലാം ഒരു ഫോർമാലിറ്റി പോലെ ആയി പോകുന്നു. അത് ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ടോ, അതിനകത്തെ വാക്കിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഹൈന്ദവ ശാസ്ത്രങ്ങളെല്ലാം അവനവനെ കുറിച്ച് അറിയാനുള്ളതാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രം കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. രാമായണം പ്രത്യേകിച്ചു ബാലകാണ്ഡത്തിൽ ആദ്യത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ രാമായണം ഏത് വഴിക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മിച്ചുകൊണ്ട് വേണം രാമായണത്തിന്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ. ഇവിടെ പ്രഭാഷണം എന്ന് പറഞ്ഞ സത്സംഗം, അതിന്റെ വിഷയം തന്നിരിക്കുന്നത് രാമായണം നിത്യജീവിതത്തിൽ നിന്നാണ്. രാമായണ നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നിത്യം എടുത്തു വെച്ച് വായിക്കണം എന്നല്ല അർത്ഥം. രാമായണ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്നുള്ളതാണ്. രാമായണ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ രാമായണ തത്വം എന്താണ് എന്നറിയണം. നമ്മൾക്ക് കുറെ കഥകൾ അറിയാം. കഥകൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കാൻ പറ്റണം. സൂക്ഷ്മ ബുദ്ധി വേണം. അതിന് ഗുരുവിനെ സമീപിക്കണം, ചോദിക്കണം. ഇല്ലെങ്കിൽ ശ്രവണം, മനനം, നിധിധ്യാസനം 3 വിധത്തിലൂടെ പ്രക്രിയകളാണ്. കേൾക്കണം, മനനം ചെയ്യണം. കേട്ടതിനെ വീണ്ടും കേട്ട് കേട്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ തത്വങ്ങൾ തെളിഞ്ഞു വരും. അതിന്റെ പ്രകാശത്തിൽ വേണം ജീവിതം ജീവിക്കാൻ. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞത്. ഈ ഒരു ബോധത്തോടു കൂടി വേണം രാമായണം, ഭാഗവതം, നാരായണീയം, ലളിതശാസ്ത്രം, ഏത് പുസ്തകം, ഭഗവത്ഗീത, ഉപനിഷത്ത് എല്ലാം കയ്യിലെടുക്കുമ്പോൾ ആ ഒരു ധന്യത നമുക്ക് മനസ്സിലാവണം. ഋഷിമാരെ തപസ്സിലൂടെ നേടിയ ആ അറിവാണ് നമ്മളുടെ കയ്യിലേക്ക് പുസ്തകമായിട്ട് വരുന്നത്. അത് പുസ്തകമല്ല, അത് ഋഷിമാരാണ്. ഋഷിമാർ പുസ്തക രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബഹുമാനം അതിനോട് വേണം. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന അനുഭവമല്ല. എത്രയോ ജന്മജന്മാന്തരമായിട്ട് പുണ്യം ഉണ്ടെങ്കിലേ ഈ വക ശാസ്ത്രങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനുള്ള സൗകര്യവും താല്പര്യം തന്നെ ഉള്ളൂ. ശിവൻ തന്നെ പാർവതിയോട് പറയുന്നതാണ്, മഹാഭാഗ്യം രാമദത്ത് ആരും ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ രാമദത്വം അറിയാൻ ഭാഗ്യം കിട്ടിയ ജന്മങ്ങളാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പുണ്യാത്മാക്കൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി അവനവനെ കുറിച്ച് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്ന് പറയണ്ട. എനിക്ക് രാമായണം വായിക്കാൻ അവസരം കിട്ടിയ ഒരു ജന്മമാണ്. ഈ ജന്മം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥനാണ്, നിയോഗിക്കപ്പെട്ടവനാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. 5 വിധത്തിലാണ് അറിവിന്റെ ഉറവിടങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രുതികൾ, സ്മൃതികൾ, പുരാണം, ഇതിഹാസം, ഗുരു ഉപദേശം. ശ്രുതികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. വേദം എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ് വേദങ്ങൾ. വേദങ്ങൾ പഠിച്ചതുകൊണ്ട് ഒരാൾ ശ്രേഷ്ഠനാവുന്നുമില്ല. രാവണൻ വേദം പഠിച്ച ആളായിരുന്നു, അതുകൊണ്ട് ശ്രേഷ്ഠതയൊന്നും കിട്ടിയില്ല. വേദങ്ങൾ വെറുതെ ചൊല്ലി പഠിച്ചതുകൊണ്ടോ പറഞ്ഞു നടന്നുകൊണ്ടോ കാര്യമില്ല. വേദത്തിലെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ശ്രേഷ്ഠത വരുന്നത്. ഇല്ലെങ്കിൽ വേദം പഠിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. അത് സ്കൂളിൽ പഠിത്തായിക്കോളൂ. അവനവനിലേക്ക് അത് നമ്മളത് ഇംപ്ലിമെന്റ് ജീവിതത്തിൽ അത് പകർത്താൻ തുടങ്ങിയോ, തത്വം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയോ, അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ ആ ബോധത്തിലേക്കുള്ള നടത്തം സാധനകൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റായി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എവിടേക്കാണ് എനിക്ക് പ്രശ്നങ്ങൾ പറ്റുക. ഹൈന്ദവ സമൂഹം ഇന്ന് വലിയ വലിയ ആപത്തുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഉത്തരവാദി നമ്മളാണ്. നമ്മൾ അതിനെ വേണ്ട വിധം ഗൗനിച്ചിട്ടില്ല. ഇപ്പോഴും കുറച്ച് തലമുറ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ്. അടുത്ത തലമുറയ്ക്ക് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കണം. നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന ഈ തത്വങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആചാര്യന്മാര് അതിനെ കഥാരൂപത്തിൽ പുരാണങ്ങളിലൂടെ ഇതിഹാസത്തിലൂടെ വിവരിച്ചു തന്നു. ഇതിലൊക്കെ വിവരിച്ചു തരുമ്പോൾ അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഉണ്ടാവും, ഭൂമിശാസ്ത്രപരമായ ഒരു പശ്ചാത്തലം ഉണ്ടാവും. അതുകൊണ്ട് രാമായണം നോക്കുമ്പോൾ അയോധ്യയും ശബരിയും ശ്രീലങ്കയും ഒക്കെ നമ്മൾ കാണാം. ഭൂമിശാസ്ത്രപരമായ എല്ലാ പശ്ചാത്തലവും ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടിയല്ല അത് പഠിക്കുന്നത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുന്നത് വേദം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വേദ തത്വങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പുരാണം ഇതിഹാസമൊക്കെ പഠിക്കുന്നത് ഒരു നോവല് വായിക്കുന്ന പോലെയാവും. അതുകൊണ്ട് താത്വികമായിട്ടുള്ള പഠനം ആവശ്യമാണ്. രാമായണം തുടങ്ങുമ്പോൾ തന്നെ സീതാദേവി ഹനുമാന് തത്വോപദേശം നൽകുന്നു. അതിന്റെ ശേഷം കഥ തുടങ്ങിയാണ്. ബാലകാണ്ഡം വായിക്കുന്നവർക്കറിയാം, തുടക്കത്തിൽ തത്വോപദേശമാണ്.
പുരുഷൻ പ്രകൃതി സാഖ്യയോഗം വിവരിക്കുന്നു. അതിനുശേഷം ശ്രീരാമൻ രാമഹൃദയം പറയുന്നു. രണ്ട് വേദാന്തത്തിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങൾ അത് പറഞ്ഞതിന് ശേഷം അതിന്റെ വിസ്താരമാണ് ബാക്കി കഥകളൊക്കെ. സീതാദേവി പറയുന്നത് വിസ്തരിച്ച് പറയും. അപ്പോഴാണ് വിസ്താരം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ രാമായണം വായിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ള തുടക്കത്തിലേ പറഞ്ഞു. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാക്കി കഥകളൊക്കെ. നമ്മൾക്ക് പറ്റിപ്പോയത് എന്താ പറഞ്ഞാൽ രാമായണം വായിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെ അങ്ങോട്ട് വായിച്ചു തീർക്കും. എങ്ങനെയെങ്കിലും സമയം പോയിട്ട് മുഴുവനാക്കണ്ടേ? ജീവിതത്തിൽ എന്ത് പകർത്തണം എന്ന് അതൊന്ന് മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല. അവിടെയാണ് പ്രശ്നം. സീതാദേവി പറയുന്ന ഒരു കാര്യമുണ്ട് ഹനുമാന്റെ അടുത്ത്. ശ്രീരാമൻ നിഷ്ക്രിയനാണ്, അകർത്താവാണ്, അഭോക്താവാണ്, പരമാത്മാവാണ്, കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. ഞാൻ മൂലപ്രകൃതിയാണ്, മായയാണ്, വിദ്യാവിദ്യാ സ്വരൂപിണിയാണ്. ഞാനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത്. തത്വോപദേശം ശ്രദ്ധിച്ച് വായിച്ചവർക്ക് മനസ്സിലാവും. ഞാനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത്. അയോധ്യയിൽ അവതാരം ഉണ്ടായതും വനവാസത്തിന് പോയതും മാരീചനെ കൊന്നതും ലങ്കയിലേക്ക് പോയതും രാവണനെ കൊന്നതും തിരിച്ചു വന്നതും പട്ടാഭിഷേകം നടത്തിയതും എല്ലാം ഞാനാണ്. അജ്ഞന്മാർ ശ്രീരാമൻ ചെയ്തതായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ആർക്കും മനസ്സിലായിട്ടുണ്ടോ? നമ്മളൊക്കെ രാവണനെ ആരാ കൊന്നു ചോദിച്ചു ഉടനെ പറയും ശ്രീരാമനാ കൊന്നു. സീതാദേവി കൃത്യമായിട്ട് തുടക്കത്തിലേ പറഞ്ഞു ശ്രീരാമൻ അകർത്താവും അഭോക്താവുമാണ്. എന്ന് പറഞ്ഞാൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല, പരമാത്മ ചൈതന്യമാണ്. പരമാത്മ ചൈതന്യത്തിൽ കർത്തൃത്വമില്ല. പരമാത്മ ചൈതന്യത്തിൽ മൂലപ്രകൃതിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മയാധ്യക്ഷയാണ് പ്രകൃതി സുയദേശ ചരാചരം. അങ്ങനെ ഭഗവത്ഗീതയിൽ പറഞ്ഞു, എന്റെ അധ്യക്ഷതയിൽ പ്രകൃതി ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഏത് നാനേന കൊണ്ടയ ജഗത് വിപരിവർത്തത. അതുകൊണ്ട് ജഗത് ഇങ്ങനെ മൂലപ്രകൃതിയുടെ കാരണം കൊണ്ടാണ് നടക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇതേ കാര്യം സീതാദേവി ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീരാമന്റെ ശക്തിയിൽ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ശ്രീരാമന്റെ ശക്തി ഇല്ലെങ്കിൽ ഞാൻ ജഡമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീരാമൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും നമുക്ക് ചോദിക്കാം, രാവണനെ കൊന്നതാരാണ്? രാവണനെ വധിച്ചതാരാണ്? ഉത്തരവില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഹിന്ദുക്കൾക്ക് മിണ്ടാൻ പേടിയാണ്. നമ്മൾ മിണ്ടേണ്ട സമയമാണത്. നമ്മൾ മിണ്ടിയിലേക്ക് കുട്ടികൾ മിണ്ടാതെ പോകും. രാമായണം വായിച്ചു, ബാലകാണ്ഡം വായിച്ചവർ ആരാളുള്ളതിലൂടെ ഇന്ന്? ശരിയാണോ പറഞ്ഞത്? തത്വോപദേശം വായിച്ചോ? ഹനുമാനുള്ള തത്വോപദേശം, അതിന്റെ അവസാന ഭാഗങ്ങൾ നോക്കുക. അവിടെ സീതാദേവി രാവണനെ കൊന്നത് ശ്രീരാമനാണ് എന്ന് പറയുന്നവരെ അജ്ഞാനി എന്നാ വിളിച്ചത്. മൂഢന്മാരും അജ്ഞാനികളും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ രാമന്റെ മേൽ ആരോപിച്ച് രാമൻ ചെയ്യുന്നതായിട്ട് പറയുന്നു. സീതാദേവി വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രന്ഥങ്ങൾ വായിക്കുമ്പം, ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ ഓടിച്ചിട്ട് വായിക്കരുത്. അതിനകത്ത് വേദങ്ങളാണ്, അതിനകത്ത് തത്വങ്ങളെ കണ്ടുപിടിക്കണം. നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഒരു പാരായണ വിധിയിലൂടെ പോകുമ്പോൾ ഭക്തിയുടെ പുഷ്പങ്ങൾ കാണും. അതിന്റെ സൗന്ദര്യവും സൗരഭ്യവും എല്ലാം ആസ്വദിക്കാം. പക്ഷേ ഒരു പടി മാറി തത്വങ്ങളുടെ വഴിയിലൂടെ പോകുമ്പോൾ ഈ ഭക്തിയുടെ രസവും കിട്ടും, തത്വങ്ങളിലെ ജ്ഞാനപ്രകാശവും കിട്ടും. ഈ ജ്ഞാനപ്രകാശം കൊണ്ട് മാത്രമേ മനസ്സിന്റെ മോഹാന്ധകാരം മാറുകയുള്ളൂ, അജ്ഞാനം. ഈ അജ്ഞാനം മാറാൻ വേണ്ടിയിട്ടാണ് ഹൈന്ദവ ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരാളെ പോയി കൊല്ലാൻ പറഞ്ഞിട്ടില്ല. നീ നിന്നിലെ അജ്ഞാനത്തെ മാറ്റി. മായ എന്താണ്, പ്രകൃതി എന്താണ്, അവനവൻ ആരാണ്, ഈശ്വരൻ ആരാണ് എന്നെല്ലാം അറിയും. ഇതറിഞ്ഞാലേ നിത്യജീവിതത്തിൽ രാമായണം പ്രാവർത്തികമാവുകയുള്ളൂ. നിത്യജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അനുഭവങ്ങൾ. അനുഭവം സുഖവും ദുഃഖവും, ലാഭം നഷ്ടം, ആശ നിരാശ, ഇങ്ങനെ പല വിധത്തിൽ വന്നുകൊണ്ടിരിക്കും. സീതാദേവി പറഞ്ഞ ഈ തത്വം പരമാത്മാവ് അഭോക്താവും അകർത്താവുമാണ്, സാക്ഷി മാത്രമാണ്, മൂലപ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന ഈ തത്വം നമ്മൾ നേരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തുക. അപ്പൊ ആത്മാവ് ആരായിരിക്കും? ക്ലാസ് ചെയ്യുന്നവരല്ലേ ഇപ്പൊ മിക്കവാറും എല്ലാവരും ഇഷ്ടം പോലെ നാരായണീയൻ ഭാഗവതം ഒരുപാട് ക്ലാസ് നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കുറച്ച് ക്ലാസിന്റെ ലെവലിൽ പറയുന്നത് നമ്മളുടെ ജീവനാണ് ആത്മാവ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ശ്രീരാമൻ എവിടെ ഇരിക്കുന്നത്?
അയോധ്യയിൽ, UP-യിൽ. കണ്ണടയ്ക്കുമ്പോൾ ഓർമ്മ വരണം, ഈ കണ്ണ് കാണുന്നതും ഈ ചെവി കേൾക്കുന്നതും ഈ മനസ്സ് പ്രവർത്തിക്കുന്നതും ബുദ്ധി തീരുമാനിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ദഹിക്കുന്നതും എല്ലാം, ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞാലും ശരി, അയാൾ ചീത്ത പറഞ്ഞ് ഞാൻ കേട്ടാലും ശരി, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ എന്നിൽ ആത്മചൈതന്യം ഉണ്ടായിരിക്കണം. ആ ചൈതന്യം ശ്രീരാമനാണ്, സാക്ഷിയാണ്. ശ്രീരാമൻ ഒന്നും ചെയ്യുന്നില്ല. ആ സാക്ഷിയുടെ ബലത്തിൽ, ശക്തിയിൽ എന്നിലെ മൂലപ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്നിലെ കർമ്മവാസനകളും പ്രകൃതി ഗുണങ്ങളും കൂടി ചേരുന്നത്. അവനവന്റെ ലോകം അവനവനാണ് സൃഷ്ടിക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ എനിക്ക് സുഖം തരുന്ന ആളും എനിക്ക് ദുഃഖം തരുന്ന ആളും എന്റെ അനുഭവങ്ങളും എന്റെ ജോലിയും എന്റെ ലാഭവും നഷ്ടവും എല്ലാം മൂലപ്രകൃതിയാണ്, മായയാണ് എന്ന് പറഞ്ഞ ആരാണ്? മൂലപ്രകൃതി ആരാണ്? ഉച്ചത് പറയും. ആദ്യം പറഞ്ഞതായിട്ടൊന്ന് ചേർത്ത് വെച്ച് പറയും. സീതാദേവി എന്താ പറഞ്ഞത്? ഞാൻ മൂലപ്രകൃതിയാകുന്നു. നമ്മളെ അനുഭവങ്ങളൊക്കെ എന്താണ്? മൂലപ്രകൃതിയാണ്. അപ്പൊ അനുഭവങ്ങൾ ആരായി? അനുഭവങ്ങൾ ആരായി? സീതാദേവി. എന്നിലെ ശ്രീരാമൻ സാക്ഷിഭാവം, എന്നിലെ പ്രകൃതി. സീത ക്ലിയർ ആവുന്നുണ്ട് പറയുന്നത്? നമ്മുടെ ബന്ധങ്ങളും ലാഭനഷ്ടങ്ങളും സകലവിധ അനുഭവങ്ങളും സീതാദേവിയാണ്. ബാലകാന്ഡം കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അന്ന് ദുഃഖ നിവൃത്തിയ. കാരണം ഞാൻ സാക്ഷി മാത്രമാണ്. ഈ കാണുന്നതൊന്നും ഞാനല്ല, മൂലപ്രകൃതിയ. ഞാൻ മൂലപ്രകൃതിയല്ല. ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല. ഈ 3 തലത്തിലെ അനുഭവങ്ങളുള്ളൂ. ഇത് 3 ഞാനല്ല. സുഖ ദുഃഖങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അതിന്റെ എല്ലാം കാഴ്ചക്കാർ. അനുഭവങ്ങൾ വന്നു നിന്നു പോകുന്നു, ഞാൻ കാഴ്ചക്കാരനാണ്. ഇത് തുടക്കത്തിലെ രാമായണത്തിൽ പറഞ്ഞു വെച്ചു. ഇതിന്റെ വിസ്താരമാണ് സീതാദേവി പാർവതി ദേവി ചോദിക്കുന്നത്. ഒന്ന് വിസ്തരിച്ച് പറയും. അപ്പോഴാണ് കഥകൾ പറയുന്നത്. ഇത് കേട്ടിട്ട് ഹനുമാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് തൃപ്തിയായില്ല ഈ സാഖ്യയോഗം കേട്ടിട്ട്. അപ്പൊ ശ്രീരാമൻ കാര്യങ്ങൾ ഏറ്റെടുത്തു. ശ്രീരാമൻ പറഞ്ഞു, രാമഹൃദയം അതിൽ കാണാം. 3 തരം ആകാശങ്ങളുണ്ട്. വായിച്ചിട്ട് ഓർമ്മയുണ്ടാവും? ഇവിടെ രാവിലെ വായിച്ചതല്ലേ, വൈകുന്നേരം പോയിട്ട് എങ്ങനെ ഓർമ്മയുണ്ടാവുക? 3 തരം. ഇന്ന് വീട്ടിൽ പോയിട്ട് രാമായണം എടുത്ത് വെച്ചിട്ട് നോക്കും, ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്ന്. 3 ആകാശങ്ങളെ കുറിച്ച് പറയുന്ന രാമഹൃദയത്തിൽ: മഹാകാശം, ഘടാകാശം, ജലാകാശം. മുകളിലുള്ള ആകാശം, കുടത്തിലുള്ള ആകാശം, ജലത്തിൽ പ്രതിഫലിക്കുന്ന ആകാശം. ഹനുമാനോട് ശ്രീരാമൻ പറയുന്നു, 3 ആകാശങ്ങളെ കുറിച്ച് ഞാൻ പറയാം: ജലാകാശം, ഘടാകാശം, മഹാകാശം. മഹാകാശം എപ്പോഴും ഉള്ളതാണ്, അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ജലാകാശം പ്രതിഫലിക്കുന്നതാണ്. ജലം എന്ന ഉപാധിയിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ജലാകാശം. ഘടാകാശം, ഘടം എന്ന ഉപാധി ഉള്ളത് കൊണ്ട് കുടത്തിനകത്തുണ്ട് എന്ന് തോന്നുന്നു, ഭ്രാന്തിയാണ്. എന്നിട്ട് പറഞ്ഞു, ജലാകാശം ജഗത്ത്, ഘടാകാശം ജീവൻ, മഹാകാശം ആത്മാവ്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ഈ ബന്ധം കൃത്യമായിട്ട് ഹനുമാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതോടെ ഹനുമാൻ ഹാപ്പി. ഇത് വായിച്ച എത്ര ആൾക്ക് മനസ്സിലായി? ജഗത്ത് വെറും പ്രതിഫലനം മാത്രമാണെന്ന് ശ്രീരാമൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കാണുന്നത് മനസ്സിൽ കാണുന്ന പ്രതിഫലനമാണ്, സത്യമല്ല. നമ്മളിവിടെ കണ്ണാടിയിൽ പോയി നോക്കിയാല് കണ്ണാടിയിൽ നമ്മളെ കാണാം. ആ കണ്ണാടിയുള്ള ഞാൻ സത്യമല്ല. ഞാൻ മാറിയ കണ്ണാടിയില്ല. കണ്ണാടി പൊട്ടിയാൽ ആളില്ല. ജഗത്ത് മനസ്സിൽ പ്രതിഫലിക്കുന്നതാണെന്ന് ശ്രീരാമൻ പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചോ? ഘടാകാശം ജീവൻ, കൊടും എന്ന ഉപാധി ഉള്ളത് കൊണ്ട് അതിനകത്ത് ആകാശമുണ്ട്, വായു ഉണ്ട് നമുക്ക് തോന്നുന്നു. കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഘടാകാശമില്ല, മഹാകാശം. അപ്പൊ ആകെ ഉള്ളത് മഹാകാശം മാത്രം. ശ്രീരാമൻ പറയുന്നു, ആകെ ഇവിടെയുള്ളത് പരമാത്മാവ് മാത്രം. ജീവൻ എന്നത് ഭ്രാന്തിയാണ്, ജഗത്ത് എന്നത് ഭ്രാന്തിയാണ്. ഇതാണ് നമ്മളെ പറ്റിക്കുന്നത്. ഈ ഭ്രാന്തി ഒഴുകുന്നതിനാണ് സീതാദേവി ഞാൻ മൂലപ്രകൃതിയാണ് ഈ കളികൾ കളിക്കുന്നത്. ഇത്ര കൃത്യമായ വേദാന്തം രാമായണത്തിന് തുടക്കത്തിലേ പറഞ്ഞു. അതുകൊണ്ട് രാമായണം വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ്, വേദാന്ത ശാസ്ത്രമാണ്. അത് പുരാണ കഥകൾ പോലെ, മുത്തശ്ശി കഥകൾ പോലെ വായിച്ചു പോകരുത്.
അതിൽ ഓരോ കഥാപാത്രവും ഓരോ സാഹചര്യവും അവനവന്റെ ഉള്ളിലെ കർമ്മവാസനകളും പ്രകൃതി ഗുണങ്ങളും ചേർന്നുണ്ടാകുന്ന ഭാവങ്ങളാണ്. ഓരോ ഭാവത്തിനും ഓരോ രൂപം സങ്കല്പിച്ചുകൊണ്ട് ആ രൂപങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഏറ്റുമുട്ടൽ, മൈത്രിയും ശത്രുത എല്ലാം കൂടി ചേർന്ന് ജീവിത തത്വങ്ങളെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. രൂപം വിട്ട് ചിന്തിക്കണം. രൂപത്തിൽ കുടുങ്ങിയാൽ അവിടെ നിൽക്കും ജീവിതം. ഈ രൂപം എനിക്ക് എന്ത് തന്നു? മോറൽ ഓഫ് ദ സ്റ്റോറി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കും. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ കഥകളിലൂടെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. അതും പറയാം, ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ശാസ്ത്രം പഠിച്ചിട്ട് പോയിട്ട് ചോദിക്കാനുള്ള അവകാശം. വേറൊരു മതത്തിലത് പറഞ്ഞിട്ടില്ല. അവിടെ പുരോഹിതന്മാർ പറഞ്ഞു തരും, കണ്ണടച്ച് വിശ്വസിക്കുക. അതിന്റെ ഫലമായിട്ടാണ് പലയിടത്തും പോയിട്ട് പൊട്ടിത്തെറിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പോകുന്നവർ പൊട്ടിത്തെറിച്ചിട്ടാണ് വരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് എത്തും പറഞ്ഞിട്ട്. നമ്മൾക്ക് അങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുന്ന സ്ഥലം, ജീവിക്കുന്ന അനുഭവ മണ്ഡലം സ്വർഗമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മോക്ഷം. അതുകൊണ്ട് രാമായണ തുടക്കം ബാലകാണ്ഡത്തിലേക്ക് കയറുന്നതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇതെപ്പോഴും സാഹചര്യത്തെ പറഞ്ഞ ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് ഹനുമാൻ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ രാമായണം അവസാനിക്കുമ്പോൾ ഈ ഭക്തൻ, ഈ രാമായണ പാരായണം ചെയ്യുന്ന വ്യക്തി ഈ തലത്തിലേക്ക് എത്തണം. ഞാൻ ജീവനാണ്, ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലിരിക്കുന്ന സാക്ഷി മാത്രമാണ്. ഈ ശരീരവും അതിന്റെ ചുറ്റുപാടുകളും അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഞാനെന്നും എന്റേതെന്നും ഞാൻ കരുതുന്നതെല്ലാം മായയാണ്. ആ മായയിൽ നിന്ന് മുക്തനാവണം, എന്നാലേ മോക്ഷം കിട്ടുള്ളൂ. രാമായണം വായിക്കുന്നത് എന്തിനാണ്? ടൈം പാസ്, അക്രമാസം ഒന്നും ചെയ്യാമെന്നല്ലേ, മോക്ഷത്തിന് വേണ്ടി. മനുഷ്യനായിട്ട് ജനിക്കുന്നതേ മോക്ഷത്തിന് വേണ്ടി. അപ്പോൾ രാമായണം വായിക്കുന്നത് എന്തിനാണ്? മനുഷ്യനായിട്ട് നമ്മൾ എന്തിനു ജനിച്ചോ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ശാസ്ത്രം, മാർഗദർശനങ്ങളാണ് രാമായണം. രാമായണം അവസാനം ഉത്തരാഖണ്ഡ് എത്തുമ്പോൾ നമ്മുടെ പോലെ സീതാപരിത്യാഗം ഉണ്ട്. അയ്യോ സങ്കടം സങ്കടം, അത് വായിക്കണ്ട. അയ്യോ ശ്രീരാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോ, അയ്യോ സങ്കടമായി പോയി. ഇന്നാളെ വാട്സപ്പിൽ ഒരാൾ ചോദിച്ചോ, മൂപ്പരനല്ലേ പുഴയെ ചാടാൻ പഠിപ്പിച്ചത്? ഹിന്ദുക്കളെ ചോദിക്കുന്നത് എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഭഗവത്ഗീത ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന. അർജുനന് ഭഗവാൻ കൊടുത്ത ഉപദേശമാണ്. അർജുന, ഈ കാണുന്ന അനുഭവ മണ്ഡലങ്ങൾ എല്ലാം ത്രിഗുണങ്ങളാണ്. ത്രിഗുണം സത്വം രജസ് തമസ് ചേർന്നതാണ്. നീ ത്രിഗുണാതീതനായിട്ട് മാറും, ഗുണങ്ങൾക്ക് അപ്പുറം പോകും. സീതാദേവി ത്രിഗുണാത്മികയാണ്. സീതാദേവി എന്ന് പറഞ്ഞു, ഞാൻ മൂലപ്രകൃതിയാണ്, ത്രിഗുണാത്മികയാണ്. മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ മായയെ മാറ്റി നിർത്തണം. അതാണ് സീതാപരിത്യാഗം. അല്ലാതെ ഒരു ഭാര്യയായിട്ട് ഉപേക്ഷിക്കണമെന്നല്ല. മായയെ മാറ്റി നിർത്തിയാലേ ആത്മാവിന് മോക്ഷമാണ്. ഈ വിധത്തിൽ മനസ്സിലാക്കണം. ശ്രീരാമന്റെ ശരീരം എന്ന് പറഞ്ഞ മായാരൂപമാണ്. മായാരൂപം മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ മായയെ വിടണം, ദേഹബോധം വിടണം. ഈ മായാകുന്ന ദേഹത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് ഉയരണം. അതാണ് ഈ സരയൂ നദിയിൽ പോലും. സരയൂ നദി എന്ന് പറഞ്ഞാൽ അറിവിന്റെ പ്രവാഹം എന്നർത്ഥം, ജ്ഞാനപ്രവാഹം. അപ്പൊ ഈ ദേഹബോധം ജ്ഞാനപ്രവാഹത്തിലൂടെ പോകുമ്പോൾ ദേഹബോധം ഇല്ലാതെയാവും, ആത്മബോധം ഉയരും. അവസാനം ഉത്തരാഖണ്ഡിന്റെ അവസാനം ശ്രീരാമൻ വിഷ്ണു രൂപത്തിൽ എല്ലാവർക്കും ദർശനം കൊടുത്തു. ഇത് സത്യം ആനന്ദമാണോ സങ്കടമാണോ? വിഷ്ണു ദർശനം സങ്കടമാണോ ആനന്ദമാണോ? പിന്നെ എന്തിനാ ഉത്തരാഖണ്ഡ് ഒഴിവാക്കുന്നത്? ഉത്തരാഖണ്ഡം വായിച്ചാലേ രാമായണ പാരായണം പൂർണ്ണമാവുന്നുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞ വേദാന്ത തത്വങ്ങൾ പ്രകാരം താത്വികമായിട്ട് രാമായണം പഠിക്കുന്ന ഒരാൾക്ക് ഉത്തരാഖണ്ഡം വായിക്കേണ്ടി വരും. കാരണം ബാലകാണ്ഡത്തിൽ അവതാരം തുടങ്ങുന്നതാണ്. ഈ അവതാരം പൂർത്തീകരിച്ച് ബ്രഹ്മത്തിൽ നിന്ന് സൂക്ഷ്മരൂപത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വരുന്നതാണ് അവതാരം. അവതാരം തുടങ്ങി ഈ അവതാരം സകല ക്രിയകളിലൂടെയും പോയി, കർമ്മങ്ങളിലൂടെയും പോയി തിരിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത് ഉത്തരാഖണ്ഡത്തിലാണ്. അപ്പോഴത് പൂർണ്ണമാവുന്നുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ജിഹാദികള് വാട്സപ്പ് വഴി അങ്ങനെ ഇങ്ങനെ ഉത്തരാഖണ്ഡം വായിക്കരുത്, സങ്കടമാണ്, ദുഃഖമാണ്, വായിക്കരുത് എന്ന് പറഞ്ഞാൽ രാമായണം എടുത്തിട്ട് മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ദുഃഖങ്ങൾ വായിക്കരുത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാതിരിക്കും. ന്യൂസ് പേപ്പറിലാണ് നേരം നടക്കുമ്പോൾ ഈ ദുഃഖങ്ങൾ, സങ്കടം, പീഡിപ്പിക്കലൊക്കെ. അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മതി. രാമായണം 24 മണിക്കൂറും 7 ദിവസം എല്ലാവർക്കും വായിക്കാം. കാരണം രാമായണം അവനവന്റെ ഉള്ളിലുള്ളതാണ്. അതൊരു പുസ്തകമല്ല. അവനവനെ കുറിച്ചാണ് പറയുന്നത്. വേദാന്ത ശാസ്ത്രം ഞാൻ പറഞ്ഞു, പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലേക്ക് എത്താൻ വേദാന്ത തത്വങ്ങളാണ് പറഞ്ഞു തരുന്നത്.
ഈ വേദാന്ത തത്വത്തിൽ എത്തുമ്പോഴേ നമ്മൾ ആത്യന്തികമായ നിവൃത്തി മോക്ഷം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ മോക്ഷപ്രാപ്തിയാണ് ആഗ്രഹമെങ്കിൽ, അതിന്റെ പൂർണ്ണതയിൽ എത്താനാണ് ആഗ്രഹമെങ്കിൽ ഉത്തരകാണ്ഡം വായിച്ചിട്ട് ബാലകാണ്ഡത്തിലേക്ക് ഒന്നുകൂടി വരാം. ഈ യാത്ര ഒന്ന് ഇനി 8:50 നിർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓടി 18 മിനിറ്റോളം ഒന്ന് ഓടിച്ച് പറയാം. ബാലകാണ്ഡത്തിലെ ദശരഥന്റെ യാത്ര, ദശരഥനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവന്റെ യാത്ര തുടങ്ങുന്നത് ദശരഥ രൂപത്തിലൂടെയാണ്. രാമായണം മുഴുവൻ ഒരു ജീവന്റെ യാത്രയാണ്, മോക്ഷത്തിലേക്കുള്ള യാത്ര. അവിടെ രാമനും സീതയൊന്നും വിചാരിക്കരുത്. അവനവന്റെ ഉള്ളിൽ ദശരഥത്വമുണ്ടോ അവനവൻ ദശരഥൻ, അവനവന്റെ ഉള്ളിൽ രാമത്വമുണ്ടോ അവനവൻ രാമൻ, അവനവന്റെ ഉള്ളിൽ രാവണത്വമുണ്ടോ അവനവൻ രാവണൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ എന്താണ് എന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ. ഉള്ളിൽ RSSകാരനാണെങ്കിൽ അവൻ RSSകാരനാണ്, ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഉള്ളിൽ ശ്രീരാമനാണെങ്കിൽ രാമനായിട്ട് മാറുന്ന പറഞ്ഞാൽ ജീവിതത്തിലെ സകല അനുഭവങ്ങളെയും ഈശ്വര ലീലയായി കണ്ട് സാക്ഷിഭാവത്തിലൂടെ ജീവിതം പൂർത്തീകരിക്കാൻ സാധിക്കും. ദശരഥൻ എന്ന് പറയുമ്പോൾ 10 രഥങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന, 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഉത്തമ സാധകനാണ് ദശരഥൻ. ഈ ദശരഥന്റെ വീട്ടിലാണ് അവതാരം ഉണ്ടാവുന്നത്. ദശരഥൻ അവതാരം സംഭവിക്കാൻ യോഗ്യനായ ജീവനാണ്. അയോധ്യയിലുള്ള അവിടെ ഭരിച്ചൊരു ദശരഥനെ കുറിച്ചല്ല പറയുന്നത്, അവനവന്റെ ഉള്ളിൽ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിലേക്ക് എല്ലാവർക്കും ജീവനില്ലേ? ജീവനില്ലാത്തവരെ ദൈവം ഇരിക്കും. അപ്പൊ എല്ലാവർക്കും ജീവനുണ്ട്. ഈ ജീവൻ തന്നെയാണ് ശ്രീരാമൻ. ഈ ദശരഥനെ എല്ലാവരും ദശരഥൻ ആയിക്കോളും, കാരണം അതിന്റെ ഒരു ഗുണമുണ്ട്. ദശരഥന് 3 ഭാര്യമാരുണ്ട്. ഉത്തമ സാധകനായ ദശരഥന് എങ്ങനെ 3 ഭാര്യമാരുണ്ടാവും? നമ്മളൊക്കെ പഠിച്ചത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. കുടുംബജീവിതമൊക്കെ സാധനയ്ക്ക് തടസ്സമല്ലേ. അങ്ങനെ കുറെ ആചാര്യന്മാരുണ്ട്, കുടുംബജീവിതം കലക്കുന്ന ആചാര്യന്മാര്. അവിടെ ഭഗവത്ഗീതയും അതൊക്കെ പഠിക്കാൻ പറ്റും. കുടുംബത്തിൽ അവിടെ ഒന്നും ഒട്ടരുത്. അതൊക്കെ പ്രാരബ്ധം നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഒന്നുമില്ല, പ്രാരബ്ധം പൂജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. പ്രാരബ്ധത്തിലൂടെ കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ കടന്നു പോകുന്നത് മോക്ഷമാണ്. ഇതിന് പകരം കുട്ടികളെ വെറുക്കൂ, അമ്മയെ വെറുക്കൂ, അച്ഛനെ വെറുക്കൂ, എന്നിട്ട് അവരെ ഒറ്റയ്ക്ക് പിടിച്ചിട്ട് അവന്റെ കാര്യത്തിൽ കൊണ്ടുപോകും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, സൂക്ഷിച്ചോടും. രാവണൻ വന്നത് സന്യാസി വേഷത്തിലായിരുന്നു. അഭിനവ രാവണന്മാർ ഒരുപാടുള്ള കാലമാണ്. ഇവിടെ ദശരഥൻ എന്ന സാധകൻ ജീവിതം എന്ന അനുഭവ മണ്ഡലത്തിലൂടെ പോകണമെങ്കിൽ ശക്തി വേണം. ജീവിക്കണമെങ്കിൽ ശക്തി എന്ന് പറയും. ജീവിക്കാനുള്ള ശക്തി, കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി, ചിന്തിക്കാനുള്ള ശക്തി, അനുഭവിക്കാനുള്ള ശക്തി. നമ്മളുടെ ഉള്ളിലെ ശക്തി, ചൈതന്യം എന്താണ്? 3 വിധത്തിലാണുള്ളത്. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇപ്പൊ ലളിത സഹസ്രം വായിച്ചവിടെ കേട്ടിട്ടുണ്ടോ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. നമ്മളുടെ ഉള്ളിലെ ശക്തി 3 വിധത്തിലാണ് പ്രകടമാവുന്നത്. സങ്കല്പങ്ങളായും അറിവായും കർമ്മങ്ങളായും. ഈ 3 ശക്തിയാണ് ദശരഥന്റെ 3 ഭാര്യമാര്. അല്ലാതെ അവിടെ പോയിട്ട് കല്യാണം കഴിച്ച ഭാര്യമാരൊന്നുമല്ലത്. നമ്മളുടെ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ ഭൗതിക തലത്തിലാണ്. അത് തെറ്റാണ്. അതൊക്കെ ബൈബിളും ഖുർആനുമാണ് ആദ്യ ഭൗതിക തലത്തിൽ, ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയത്. നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം ആദ്യ ദൈവിക തലത്തിലും ആധ്യാത്മിക തലത്തിലും വരുന്ന മാറ്റങ്ങളാണ്. അർജുനന്റെ എല്ലാ ചോദ്യവും ആദ്യ ഭൗതികമായിരുന്നു. ഭഗവാന്റെ ഉത്തരം എല്ലാം ആധ്യാത്മിക തലത്തിലായിരുന്നു. ആധ്യാത്മിക തലത്തിൽ നിന്നും കണ്ടാൽ മാത്രമേ ആദ്യ ഭൗതിക തലത്തിലെ ദുഃഖങ്ങൾക്ക് ശാന്തി ഉണ്ടാവുകയുള്ളൂ. ആദ്യ ദൈവികമായ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആദ്യ ഭൗതികമായ തലത്തിൽ നിന്ന് കാണരുത്. കൺഫ്യൂഷൻ വരും. രാമായണം വായിക്കുമ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ അതുകൊണ്ടാണ്. സീതയെ ഉപേക്ഷിച്ചില്ലേ, അഗ്നിയിലേക്ക് എറിഞ്ഞില്ലേ, ഒളിയമ്പ് കഴിക്കില്ലേ, ഇതൊക്കെ ഭൗതികമായ തലത്തിലാണ്. രാമായണം പറഞ്ഞിരിക്കുന്ന ആദ്യ ദൈവിക തലത്തിലാണ്. നമ്മൾ നോക്കി കാണേണ്ട തലം തന്നെ മാറണം. സൂക്ഷ്മമായ തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഈ 3 ശക്തികൾ, സാധകൻ ദശരഥൻ 3 ശക്തികൾ സാധകനോടൊപ്പം ചേർന്നു. പിന്നെ ഒരു സംഭവം ഉണ്ടായി. 4 കുട്ടികളുണ്ടായി. ദശരഥന് കുട്ടികളൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു പുത്രകാമേഷ്ടി യാഗം കഴിഞ്ഞു, അതിന്റെ പ്രസാദം കഴിച്ചു, അത് പിന്നെ വീതിച്ചെടുത്തു. 4 കുട്ടികളുണ്ടായി. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. സാധന ചെയ്ത് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോയാൽ 4 കുട്ടികളും 3 ഭാര്യമാരും. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ജീവൻ അനുഭവ മണ്ഡലങ്ങളെ 4 വിധത്തിലാണ് അനുഭവിക്കുന്നത്.
നമ്മളെ നിത്യജീവിതം നോക്കിയാൽ അറിയാം. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, എല്ലാവരും ഉണർന്നിരിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ, പിന്നെ നമ്മൾ സ്വപ്ന ലോകത്തിൽ കാണും, ഉറങ്ങുമ്പോൾ കുറച്ച് സ്വപ്നം കാണും, സ്വപ്നാവസ്ഥ, പിന്നെ ജാഗ്രതവും ഇല്ല സ്വപ്നവും ഇല്ല, പിന്നെന്താ ഉള്ളത്? സുഷുപ്തി അവസ്ഥ. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നൊരനുഭവം, അവിടെ അഹം എന്ന ബോധം കൂടിയില്ല. 3 അനുഭവം. 4-മത്തത് ഇതിന് 3-നും സാക്ഷിയായിരിക്കുന്ന അനുഭവം, തുരീയം. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയം. ഈ 4 അവസ്ഥ എല്ലാ ജീവനുണ്ട്. ഏത് പാകിസ്ഥാനിക്കുണ്ട്, ഏത് നിരീശ്വരവാദിക്കുണ്ട്. നമ്മളൊക്കെ നിത്യാനുഭവമാണത്. പലരും ജാഗ്രത അവസ്ഥയിൽ ക്ലാസ്സിൽ പോയിരുന്ന സ്വപ്നാവസ്ഥയിലേക്ക് പോകും, ചിലർ സുഷുപ്തി അവസ്ഥയിലേക്ക് പോകും. നമ്മൾ അവനവന്റെ ജീവിതം ആലോചിച്ചാൽ മതി. ഞാൻ ജാഗ്രതയിലാണോ, സ്വപ്നത്തിലാണോ, സുഷുപ്തിയിലാണോ, തുര്യത്തിലാണോ? തുര്യത്തിൽ അജ്ഞാനികൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. തുര്യത്തിലേക്ക് എത്താനാണ് ഈ സാഹസം മുഴുവൻ കാണിക്കുന്നത്. ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന, അതായത് ഉണർന്നിരിക്കുന്ന ജീവചൈതന്യത്തിനെ ഒരു പേര് വിളിക്കും, വിശ്വൽ എന്ന് വിളിക്കും. സ്വപ്നം കാണുന്ന ജീവചൈതന്യത്തിനെ തൈജസ്. ഓം വിശ്വായ നമഃ, ഓം തൈജസാത്മികായ നമഃ. ഇവിടെ വായിച്ചിട്ടുണ്ടോ ലളിത സഹസ്രനാമം? ലളിത സഹസ്രനാമം ഇതേ വേദാന്ത പറയുന്നത്. സുഷുപ്തി അവസ്ഥയിലുള്ള ചൈതന്യം പ്രാജ്ഞൻ, തുരീയ അവസ്ഥയിലുള്ള ചൈതന്യം തുര്യൻ. അപ്പം ഒരു ജീവന്റെ 4 ഭാവങ്ങൾ: വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, തുര്യൻ. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. രാമലക്ഷ്മണന്മാർ എവിടെയാ ഉള്ളത്? ഇപ്പൊ അയോധ്യയിലാണോ? നമ്മൾ എപ്പോഴും രാമലക്ഷ്മണന്മാരോടൊപ്പമാണ്. നമ്മളിൽ നിന്ന് അന്യമല്ല ഒന്നും. എങ്ങനെ അന്യമാവുക? പരമാത്മ സ്വരൂപം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യമല്ല. അവിടെ യുക്തിയില്ല. യുക്തിപൂർവ്വം ചിന്തിക്കുമ്പോൾ എന്തൊന്ന് സംഭവിക്കണം, അതൊക്കെ പരമാത്മ ചൈതന്യത്തിൽ സംഭവിക്കാവും. അപ്പോൾ പരമാത്മ ചൈതന്യത്തിലെ ജീവൻ എന്ന ഭാവത്തിന്റെ 4 അവസ്ഥകളാണ് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഈ ബോധം നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ ജീവിതം രാമലീലയായി. ഒന്നും നമ്മൾ അലക്കില്ല. നമ്മൾക്ക് എന്തൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് ചോദിച്ചാൽ മതി, ആരാണ് അനുഭവിക്കുന്നത്? എന്റെ മനസ്സോ ബുദ്ധിയോ ശരീരമോ ആണ് അനുഭവിക്കുന്നത്. കാരണം നല്ല ഉറക്കത്തിൽ ആർക്കും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ഉണർന്നിരിക്കുമ്പോഴേ പ്രശ്നങ്ങളുള്ളൂ. ഞാൻ മനസ്സോ ബുദ്ധിയോ ശരീരമോ അല്ല, അതിനകത്തെ ചൈതന്യമോ. അപ്പൊ ആർക്കാ പ്രശ്നങ്ങൾ? ആർക്കില്ല. ഇതാണ് രാമായണം നിത്യജീവിതത്തിൽ പറഞ്ഞു തരുന്നത്. ഈ ഒരു ബോധത്തിലേക്ക് ഇറങ്ങാൻ ബാലകണ്ഠം നമ്മളെ സഹായിക്കുന്നു. ആ യാത്ര തുടരുകയാണ്. ശ്രീരാമന്റെ യാത്ര, സാധകന്റെ യാത്ര. വിശ്വാമിത്രൻ വരുന്നു, യാഗരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് ബലാബല മന്ത്രം ഉപദേശിക്കുന്നു. താടകയെ വധിക്കാൻ പറയുന്നു. അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു. വിദേഹരാജ്യത്തേക്ക് പോകുന്നു. സീതാദേവിയെ വിവാഹം കഴിക്കുന്നു. ഇതാണ് കഥയുടെ ചുരുക്കം. വിശ്വാമിത്രൻ ഗുരുവാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന സാധകനെ ലോകത്തിലേക്ക് ഇറങ്ങാൻ വിളിക്കുന്നു. പക്ഷെ സാധകന് പോകാൻ മനസ്സില്ല, ദേശത്തെ പിടിച്ചു വെച്ചതാ പറയുന്നത്. വസിഷ്ഠമുനി വരുന്നുണ്ട്. വസിഷ്ഠമുനി ഗുരു. വസിഷ്ഠമുനി ജ്ഞാനോപദേശം നൽകുന്നു. യോഗ വാസിഷ്ഠം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ എടുത്ത് വായിച്ചോളൂ. രാമായണത്തിന്റെ ഫുള്ള് യോഗ വാസിഷ്ഠത്തിലുണ്ട്. വസിഷ്ഠമുനി ശ്രീരാമന് കൊടുക്കുന്ന ഉപദേശം. ആ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സൃഷ്ടി വേറെ, ഞാൻ വേറെ എന്ന് മനസ്സിലാവും. അത് വെറും പുസ്തകമല്ല. ഈ സൃഷ്ടിയുടെ രഹസ്യം മുഴുവൻ പറയുന്ന തത്വങ്ങളാണ് യോഗവാസിഷ്ടം. രാമായണത്തിന്റെ മർമ്മം അവിടെയുണ്ട്. അത് ചിലര് പറയും എഴുതി ചേർത്തതാണ്, പിന്നെ വന്ന് അതൊന്നും നമുക്ക് പ്രശ്നമല്ല. എനിക്ക് ഉപകാരപ്പെട്ട തത്വങ്ങൾ അതിലുണ്ടോ, അത് വായിച്ചിരിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, എനിക്ക് മാങ്ങ തിന്നാനാണ് ഇഷ്ടം, അത് ഏത് തോട്ടത്തിൽ നിന്നും ഞാൻ നോക്കാറില്ല. യോഗവാസിഷ്ടം ഏത് പണ്ഡിതന് എഴുതി ചേർത്തു, വാൽമീകി എഴുതിയോ, വ്യാസന എഴുതിയോ, വേറെ ആരെങ്കിലും എഴുതിയോ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതിനകത്ത് എന്റെ ജീവിതത്തിന് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. വസിഷ്ഠമുനിയുടെ ഉപദേശം കിട്ടിയപ്പോഴാണ് യാഗരക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ബല അപല 2 മന്ത്രം കൊടുത്തു. വിശപ്പും ദാഹവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സാധകന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ശാരീരികമായ ക്ലേശങ്ങൾ സാധനയ്ക്ക് തടസ്സമായിട്ട് വരും. ശാരീരികമായുള്ള ക്ലേശങ്ങളാണ് ദാഹവും വിശപ്പൊക്കെ. അതിനെ ഓവർകം ചെയ്യണം. ശാരീരികമായ ക്ലേശങ്ങളെ അതിജീവിക്കലാണ് ബല അബല മന്ത്രം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തത്വത്തിൽ ഉപദേശിക്കും.
അത് കഴിഞ്ഞതിന് ശേഷമാണ് താടക. ശാരീരികമായ ക്ലേശങ്ങൾ കഴിയുമ്പോൾ അടുത്ത ശത്രു കാമനകൾ, മനസ്സിനകത്തെ കാമം. ഈ കാമങ്ങൾ സാധനയിൽ തടസ്സമായിട്ട് നിൽക്കും. ആ തടസ്സങ്ങളാണ് താടക. ചിത്തത്തിനകത്തേക്ക് കാമം പ്രവേശിക്കാൻ സമ്മതിക്കില്ല. കാനനത്തിലേക്ക് താടക തടഞ്ഞു നിർത്തുന്നവർ. ആ താടകയെ വധിക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ലോകത്തിന് സൃഷ്ടിയെ മുഴുവൻ ഭസ്മമാക്കാൻ കഴിവുള്ള വിശ്വാമിത്ര മഹർഷി ഒരു താടകയെ കൊല്ലാൻ വേണ്ടി 2 കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. വിശ്വസിക്കാൻ പറ്റുമോ? അത് കഥയാണ്, അതുകൊണ്ട് വിശ്വസിക്കുന്നത്. അതിനകത്തെ തത്വം ആത്മീയമായ തത്വം. ആത്മശക്തി ഉണ്ടെങ്കിൽ കാമനകളെ അതിജീവിച്ചു പോവാം. താടകവധം അവിടെ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സുഖദുഃഖങ്ങളോടുള്ള ആസക്തിയാണ്. മാരീചന സ്വഭാവവും അതിനെ തരണം ചെയ്തു പോകണം. അത് കഴിയുമ്പോൾ ശാരീരികമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തമായി ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറം പോയി കാമനകളില്ലാതെയായി ചിത്തം നിഷ്പന്ദമാകും. ചിത്തം അനങ്ങില്ല. അതിന് പോകാൻ ഇഷ്ടാനിഷ്ടങ്ങളില്ല, സുഖദുഃഖങ്ങളില്ല. ഈ അനങ്ങാതിരിക്കുന്ന ചിത്തമാണ് അഹല്യ. ശില പോലെ അനങ്ങാതിരിക്കുന്ന ചിത്തമാണ് അഹല്യ. അല്ലാതെ അവിടെ ഒരു കല്ല് കിടന്നിട്ടൊന്നുമില്ല. ഈ അഹല്യഭാവത്തിനെ ഈശ്വര ഭക്തി കൊണ്ട് തട്ടി ഉണർത്തണം. അതാണ് ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ടപ്പം അഹല്യയ്ക്ക് മോക്ഷം കിട്ടി, കല്ലിൽ നിന്ന് സ്ത്രീ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. നമ്മൾ അഹല്യ തലത്തിലേക്ക് എത്തിയോ? നമ്മൾ അഹല്യ തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീരാമ പാദസ്പർശം ഉണ്ടായേ പറ്റും. അവിടെ ഒരു ഗുരു വരും. അത് കഴിഞ്ഞാൽ പിന്നെ വിദേഹത്തേക്ക് പേരിൽ തന്നെയുണ്ട്. വിദേഹം ദേഹവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. വിദേഹത്ത് പോയി മഹേന്ദ്രജാപം കളിക്കണം. മഹേന്ദ്രജാപം കളിക്കുന്ന പ്രാണായാമം, പ്രാണശക്തിയാണ്. ആ ഞാനിനെ വലിച്ചു നിർത്തി സുഷുമ്നയിലൂടെ സഹസ്രാരം വരെ എത്തിക്കണം. അപ്പോൾ ബ്രഹ്മവിദ്യ സീതാദേവി വരും. ഒരു സാധകന്റെ യാത്രയാണ് ബാലകാണ്ഡം പറഞ്ഞു തരുന്നത്. ഇതിന് പകരം നമ്മൾ അവിടെ പോയി അവിടെ ചാടിക്കിടന്നു, താഴെ അമ്പെയ്ത് കൊന്നു, വില്ലെടുത്ത് കുരച്ചു, അതങ്ങനെയാക്കി ഇതിങ്ങനെയാക്കി കഥകളിൽ കുടുങ്ങിപ്പോയി. കഥകൾക്കുള്ളിലെ കാര്യങ്ങൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞ് പരമ്പരാഗതമായിട്ടുള്ള പാരായണ വിധി വിട്ടുകൊണ്ട് തത്വങ്ങളുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ജ്ഞാനപ്രകാശം കൊണ്ട് മാത്രമേ മനസ്സിന്റെ മോഹാന്ധകാരം മാറുന്നുള്ളൂ. ഈ അജ്ഞാനം മാറിയാലേ മോക്ഷമുള്ളൂ. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഹനുമാനാവണം. ഹനുമാൻ 3 വിധത്തിലാണ്. ദേഹഭാവത്തിലിരിക്കുമ്പോൾ ദാസൻ, ജീവഭാവത്തിലിരിക്കുമ്പോൾ അംശം, ആത്മഭാവത്തിൽ രാമൻ. ഞാനും രാമനും ഒന്നു തന്നെ എന്ന് പറഞ്ഞ ഒരേ ഒരു കഥാപാത്രമേ രാമായണത്തിലുള്ളൂ, ഹനുമാൻ. ഈ ഹനുമാന്റെ പിന്നാലെ ഉഴുന്നുവടയിട്ട് പോകും. ഒരു ഭജന നടക്കുമ്പോൾ ഹനുമാന്റെ ഭജന പാടുമ്പോൾ ഒരാൾ ഉഴുന്നുവട എടുക്കാൻ പോകുന്ന കാണാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഉഴുന്നുവട തിന്നുന്ന ഹനുമാനാണ് തോന്നുന്നു? അവനവന്റെ ഉള്ളിലെ സാധന ശക്തിയാണ്. ഞാൻ ദേഹഭാവത്തിലിരിക്കുമ്പോൾ അവിടുത്തെ ദാസനാണ് എന്ന് പറയണമെങ്കിൽ ഒരു വാനരെന്നത് പറയാൻ പറ്റില്ല. അവനവനുള്ള സാധന ശക്തി, പ്രാണശക്തിക്കേ പറയാൻ പറ്റുള്ളൂ. ദാസ്യഭാവം എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത കർമ്മങ്ങളാണ് ദാസ്യഭാവം. അല്ലാതെ ഞാൻ കുതാക്ക് എന്താ പറയുക ഗുലാമാണെന്ന് പറഞ്ഞ് ഇവിടെ പോയി പൊട്ടിത്തെറിക്കലല്ല. നമ്മൾക്ക് അങ്ങനെ ഒരു അടിമത്തം പറഞ്ഞിട്ടില്ല. ഹൈന്ദവ ശാസ്ത്രം മുഴുവൻ സ്വാതന്ത്ര്യമാണ് പറഞ്ഞത്, അടിമത്തമല്ല. അവിടെ സറണ്ടറാണ്. അവനവന്റെ ഈഗോ, അഹങ്കാരത്തിന് ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശ്വര സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് സകല കർമ്മങ്ങളും എന്ന് മനസ്സിലാക്കുന്നത് ദാസ്യഭാവം. അവിടെ ഇഷ്ടാനിഷ്ടങ്ങളില്ല, ചിത്തശുദ്ധി വരും. ഉപാസനകൾ കൊണ്ട് നേടിയെടുക്കേണ്ട ചിത്തശുദ്ധിയാണ് ദാസ്യഭാവത്തിൽ വരുന്നത്. അതുകൊണ്ട് സേവനം വേണം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഇതാണ് ഭക്തന്റെ ആദ്യ ലക്ഷണം. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്വേഷ്ട സർവഭൂതാനാം, ഒരു ജീവജാലങ്ങളോടും വെറുപ്പില്ലാത്ത അവസ്ഥ. അതാണ് ഭക്തന്റെ അവസ്ഥ. സകല ജീവജാലങ്ങൾ ഈശ്വരന്റെ അംശമാണെന്ന് അറിയുമ്പോഴേ പറ്റുള്ളൂ. എത്ര പേരുണ്ട് അദ്വേഷ്ട സർവഭൂതാനം എന്ന രീതിയിലുള്ള ഭഗവാന്മാർ, ഭക്തന്മാര്? ഹനുമത് ഭാവത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ്. ഇവിടെ ഒരുപാട് ഭക്തന്മാരെ നമ്മൾ കാണും. നവരാത്രിയായി കഴിഞ്ഞാൽ സീസൺ ഭക്തികളാണല്ല. നവരാത്രിയായി കഴിഞ്ഞ ഒരു ഭക്തി, മണ്ഡലമായ വേറെ ഭക്തി, കർക്കിടക മാസമായ ഒരു ഭക്തി. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം, പലരും ശബരിമലയ്ക്ക് ഞാൻ 50 വർഷം പോയി, 60 വർഷം പോയി, 70 വർഷം പോയി, 100 ആളെ കൊണ്ടുപോയി, 180 ആളെ കൊണ്ടുപോയി. പല പെൺസ്വാമിമാർ ഇത് തമ്മിൽ കണ്ട് നീയാണ് ശരി. ഒരാൾ തെക്കോട്ട് പോകും, ഒരാൾ വടക്കോട്ട് പോകും. എവിടെ പോയി അദ്വേഷ്ട സർവഭൂതാനം? എല്ലാവരുടെ ഉള്ളിലും അയ്യപ്പ ചൈതന്യമാണ് എന്ന് അറിയുമ്പോൾ ഈ ഗുരുസ്വാമിമാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല.
ശബരിമലയ്ക്ക് പോയ സീനിയോറിറ്റി കൊണ്ടല്ല ഗുരുസ്വാമി ആവേണ്ടത്. ഉള്ളിൽ അയ്യപ്പ ചൈതന്യത്തിന് അനുഭവിക്കാൻ സാധിക്കണം. അതിന് ശബരിമലയിൽ പോകണമെന്നില്ല. തീർത്ഥയാത്രകൾ പ്രൊജക്ട് ഒരു സ്പിരിച്വൽ പിക്നിക്കായി മാറുന്നതിന്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിലെ അയ്യപ്പ ചൈതന്യം ഉണർത്താൻ എനിക്ക് സാധിച്ചോ, എന്നിലെ ഹനുമത് ഭാവം ഉണർത്താൻ എനിക്ക് സാധിച്ചു എന്ന് അവനവൻ ചിന്തിക്കണം. അപ്പോഴേ ദാസ്യഭാവം വരും. ദാസ്യഭാവം കഴിഞ്ഞാൽ പിന്നെ ജീവഭാവം. ഞാൻ അവിടുത്തെ അംശമാണെന്ന് പറഞ്ഞു. എന്താണ് അംശം? ഭഗവാനെ പീസാക്കിയാൽ അംശമാവോ? ഈ ഹോൾ ഒരു ചെറിയ സിമ്പിൾ ഉദാഹരണം പറയാം. ഈ ഹോൾ പൂർണ്ണമായിട്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ മനസ്സുകൊണ്ട് വിഭജിക്കുകയാണ് 4 അംശമായിട്ട്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. 4 അംശമായോ? 4 പീസായി. പക്ഷെ ഈ ഹോളിന് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. മനസ്സുകൊണ്ട് അതിരുകൾ ഉണ്ടാക്കുമ്പോൾ അംശമാണ് എന്ന് നമുക്ക് തോന്നും. ശ്രീരാമൻ രാമഹൃദയത്തിൽ പറഞ്ഞ ഘടാകാശം ഉപാധി കൊണ്ട് ഞാൻ വേറെയാണെന്ന് തോന്നുമ്പോൾ എനിക്ക് ജീവനുണ്ട് എന്ന് തോന്നും. ആ വേറിട്ട ഭാവം മാറ്റിക്കഴിഞ്ഞാൽ ഈ ജീവൻ പരമാത്മാവ് തന്നെ. പരമാത്മാവിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുന്നതെങ്കിൽ പരമാത്മാവിന്റെ സ്വഭാവമായിരിക്കണം ജീവന്. അല്ലെ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ഇല്ല. പരമാത്മാവിൽ നിന്ന് പരമാത്മാവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജീവനായിട്ടിരിക്കാൻ നമുക്ക് എന്ത് വേണം? പരമാത്മാവിന്റെ മനസ്സിലുണ്ട്. ബൗൺസർ പോലുണ്ടാവും. പരമാത്മാവിന്റെ ഗുണങ്ങൾ വേണം മനുഷ്യന്. എന്താണ്? ആനന്ദ സ്വരൂപമാണ്, പ്രേമ സ്വരൂപമാണ്. നമ്മളെപ്പോഴും ആനന്ദത്തിലാണോ? അല്ല. പ്രേമഭാവമുണ്ടോ? പ്രേമഭാവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ തോന്നുന്ന ആകർഷണമല്ല, ഏകത്വ ഭാവമുണ്ടോ എന്നാണ്. അതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഭഗവാന്റെ അംശം ആയിട്ടില്ല. ഇത്രയൊക്കെ രാമായണം കേട്ടാലും ഭാഗവതം കേട്ടാലും ആയിട്ടില്ല. ഈ ഭാവത്തിലിരിക്കുന്നതാണ് ഹനുമാന്റെ 2ാമത്തെ ഭാവം. ഈ ഹനുമാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സന്ധ്യയ്ക്ക് രാമനാമം ജപിക്കാൻ പോകും, അത് കാരണം രാമായണം വായന നിർത്തിവെക്കണം? അങ്ങനെ കുറെ സന്ദേശങ്ങളുണ്ട്. സന്ധ്യയ്ക്ക് രാമായണം വായിക്കാൻ പാടില്ല, ഹനുമാന് ജപിക്കാൻ സമയം കിട്ടില്ല. ജീവഭാവത്തിൽ ഞാൻ ആനന്ദ സ്വരൂപമാണ്, പ്രേമ സ്വരൂപമാണ്, ഈശ്വരൻ തന്നെയാണ്. അടുത്ത സ്റ്റേജ് അതാ പറയുന്നത്. ആത്മഭാവത്തിൽ ഞാൻ അവിടുന്ന് ഒന്ന് തന്നെ. ആ ഹനുമാനെ ജപിക്കാൻ വേണ്ടി നമ്മൾ സമയം ഉണ്ടാക്കി കൊടുക്കണം. ഒരു വാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹനുമാൻ ജപിക്കാൻ പോകണം എന്ന് വിചാരിക്കാം. രാമായണം വായിക്കുന്നിടത്ത് ഹനുമാനുണ്ട്, ഹനുമാനെ ജപിക്കാൻ പോകണം. ഇവിടെ കല്യാണിൽ രാമായണം വായിക്കുമ്പോൾ സന്ധ്യയായി, ഇവിടെ രാമായണം നിർത്തിവെച്ചു, ഹനുമാൻ ജപിക്കാൻ പോയി. അപ്പോഴാണ് അമേരിക്കയിൽ ഒരാൾ രാമായണം വായിക്കാൻ തുടങ്ങി. ഈ ഹനുമാൻ ഇങ്ങോട്ട് പോകും, കുളിക്കാൻ പോകാതെ അമേരിക്കയ്ക്ക് പോകും. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിൽ ഒരാൾ തുടങ്ങി, ഇംഗ്ലണ്ടിൽ ഒരാൾ തുടങ്ങി. അവിടെയൊക്കെ നിർത്തിവെക്കേണ്ടി വരും. ഹനുമാനെ ചുറ്റാനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹനുമത് ഭാവം അവനവന്റെ സാധക ശക്തിയാണെന്ന് ബോധിക്കണം. സന്ധ്യയ്ക്ക് നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണകൾ ഓരോരുത്തർ ഹിന്ദുക്കൾ വിഭജിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഹനുമത് ശക്തി എന്നിലെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറും അത് എന്റെ തന്നെയാണ്. ഹരിവരാസനത്തിന്റെ സമയമായി. രണ്ട് മിനിറ്റ് തമ്മിൽ 2 മിനിറ്റ് തീരും തോന്നുന്നില്ല. ഇത്രയും പറഞ്ഞത് ശരിയാണ് തോന്നുന്നുണ്ടോ? ഇനി ഹനുമാന്റെ പിന്നാലെ ഉഴുന്നുവടിയിട്ട് പോവോ? ഉപാസനയ്ക്ക് വേണ്ടി പോവാം, ആരാധനയ്ക്ക് വേണ്ടി പോവാം. പക്ഷെ ഹനുമാൻ ഉഴുന്നുവട കിട്ടിയാലേ അനുഗ്രഹിക്കൂ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അവനവന്റെ ഉള്ളിലെ രാവണനാണ്. സന്ധ്യയ്ക്ക് രാമായണം വായന നിർത്തേണ്ട ആവശ്യമില്ല. ഉത്തരാഖണ്ഡം വായിക്കരുത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഉത്തരായണത്തിൽ പറയുന്ന ലവകുശന്മാര്, ശ്രീരാമനും സീതയുടെ അടുത്ത അവകാശികൾ, രാമായണം പാടി നടക്കുന്നവർ. ആരാ രാമായണം പാടി നടക്കുന്നത്? നമ്മൾ ഓരോരുത്തർ. ലവകുശന്മാർ ആരാണ്? നമ്മളെ പേര് മാറ്റി. നമ്മൾ ഓരോരുത്തരുമാണ് ലവകുശന്മാർ. നമ്മൾ ലവകുശന്മാരാണ്. ശ്രീരാമ സന്ദേശം പകർത്തേണ്ടവരാണ്, പ്രചരിപ്പിക്കേണ്ടവരാണ് എന്ന് അറിയുന്നത് തന്നെ ലവകുശന്മാരാവല്ലേ. സ്വാധ്യായ പ്രവചനേച്ച സത്യം ച സ്വാധ്യായ പ്രവചനേച്ച ശമം ച സ്വാധ്യായ പ്രവചനേച്ച. കൈക്കേരി ഉപനിഷത്ത് പല പ്രാവശ്യം സ്വാധ്യായം പ്രവചനം നമുക്ക് പറഞ്ഞു തരുന്നു. പഠിക്കണം, പ്രചരിപ്പിക്കണം, പഠിക്കണം, പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ലവകുശന്മാരായിട്ട് മാറണം. ഇത് മനസ്സിലാവണമെങ്കിൽ ഉത്തരകാണ്ഡം വായിക്കണം. അതുകൊണ്ട് ഉത്തരകാണ്ഡം വായിച്ചേ പറ്റൂ. രാമായണ വായന എപ്പോഴും പൂർത്തിയാവണം. 8:52 ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് അവസരത്തിൽ പറയാം.
ഇനി കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. താത്വികമായിട്ടുള്ള വിവരണം, ഈ വിവരണം കൊണ്ട് മാത്രമേ രാമായണം മനസ്സിലാവുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഹിന്ദു ഐക്യവേദിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ആ മഹാസങ്കല്പം അതിന്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.